ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. അവിടെയാണിപ്പോൾ വിജിലൻസ് കോടതി എന്ത് സമീപനം സ്വീകരിച്ചോ സമാനമായി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടാകുന്നത്. ഒറ്റൊരു തിരുത്തുണ്ടാകുന്നു, രാഷ്ട്രീയ പ്രേരിതമാണ് കേസ് എന്നുള്ള അതിൽ പരാമർശത്തിൽ തിരുത്തുണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ എന്താണ് ഇതിൽ മനസ്സിലാകുന്നത്? എന്ത് സംഭവിക്കും, എന്ത് വിധി ഉണ്ടാകുമെന്ന് കേരളമാകെ കാത്തിരിക്കുന്ന ഒരു സംഭവത്തിലാണ് ഹൈക്കോടതിയും ഈ ഹർജി തള്ളുന്നത്. അക്ഷയ, ഈ കേസിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മാത്യു കുഴൽനാടൻ ആശ്വാസകരമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ ആ പരാമർശം ഹൈക്കോടതി നീക്കി നൽകിയെന്നതാണ്. അതായത് ഈ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ് എന്നതായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നത്. അത് ഹൈക്കോടതി ഒഴിവാക്കി നൽകി. അതിനപ്പുറത്തേക്ക് കടന്നൊന്നും തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും അടക്കം ഹൈക്കോടതിയിൽ ഉയർത്തിയത് ഇത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു റിപ്പോർട്ടിന്റെ പേരിലാണ് ഈ നിയമ പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും വീണ വിജയനാണെങ്കിലും ഇതിൽ ആരോപണ വിധേയരായ മറ്റാരെങ്കിലും ആണെങ്കിലും അവർക്കൊരു സാമാന്യ നീതി അവിടെ കിട്ടിയിട്ടില്ല. അവരുടെ വാദം കേൾക്കാതെയാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ റിപ്പോർട്ടിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ബന്ധപ്പെട്ട കക്ഷികൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ല, അത് നിയമപരമായി ശരിയല്ല എന്ന വാദം തന്നെയാണ് മുഖ്യമന്ത്രിയും മകളും അടക്കമുള്ള കക്ഷികൾ ഹൈക്കോടതിയിൽ എടുത്ത നിലപാട്. അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇൻകം ടാക്സിന്റെ ആഭ്യന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു റിപ്പോർട്ട് മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇതിലൊരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയില്ല. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിട്ട് കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മുടെ രണ്ട് വിജിലൻസ് കോടതികളും ഇതിലെടുത്തിരിക്കുന്ന നിയമപരമായ നിലപാടും അത് തന്നെയായിരുന്നു. അതായത് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വിജിലൻസ് എൻക്വയറിയിലേക്ക് പോകാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ നിയമ പോരാട്ടം തുടരുമെന്ന കാര്യം ഉറപ്പാണ്. മാത്യു കുഴൽനാടൻ ഇതിൽ സുപ്രീം കോടതിയിലേക്ക് പോകാൻ